പാപങ്ങൾ നരകത്തിലേക്കും പുണ്യങ്ങൾ സ്വർഗത്തിലേക്കുമുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ കൊച്ചുനാൾ മുതൽക്കേ നമ്മൾ കേട്ടു ശീലിച്ച കാര്യമാണ് ആ ഒരു സംഗതി. വല്ല തെറ്റുകളും അപരാധങ്ങളും അന്യായവും നമ്മിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ നമ്മെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം, പടച്ചോൻ നരകത്തിലിടും നിന്നേന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽക്കേ നമുക്ക് കിട്ടിയ കാര്യമാണിത്. വേണമെങ്കിൽ ഒരു ഇൻബിൽട്ടായിട്ട് തന്നെ ലഭിച്ചു എന്ന് പറയാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹു ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്നത് 3 പേരുടെ കാര്യത്തിലാണ്. അതിലൊന്നാമത്തെ ആൾ റബ്ബിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനാണ്. പടച്ചറബ് ഭൗതിക ലോകത്ത് അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് അവനോട് ചോദിക്കും, നീ എന്തെടുത്തു ദുനിയാവിൽ? അവൻ പറയും, ഖാതൽതു ഫീക ഹത്തസ്തുഷിത്തു. പടച്ചറബേ, ഞാൻ നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, ഞാൻ ഷഹീദായി വന്നിരിക്കുകയാണ്. അള്ളാഹു പറയും, കെദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ എൻ്റെ മാർഗത്തിലല്ല യുദ്ധം ചെയ്തത്. ലിയുഖാല ജരീഉൻ, നീ ധീരനാണ്, യോദ്ധാവാണ്, പോരാളിയാണ് എന്ന് അറിയാൻ, എന്ന ഖ്യാതി നേടാൻ, അതിനു വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നിനക്ക് നരകത്തിലേക്ക് പോകാം എന്ന് അള്ളാഹു പറയും. നഊദു ബില്ലാ, ഷഹാദത്ത് ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണ്. ഷഹീദിൻ്റെ ആദ്യത്തെ തുള്ളി ഭൂമിയിൽ ഉറ്റുമ്പോൾ തന്നെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. 70-ലധികം ഇണകളെ സ്വർഗത്തിൽ അയാൾക്ക് സജ്ജീകരിക്കുകയാണ്. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവരെ മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്, അവർ റബ്ബിൻ്റെ അടുക്കൽ യുർസഖൂൻ, സ്വർഗത്തിലെ വിഭവങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ പറവകളുടെ ദേഹത്ത് ഇവരുടെ ആത്മാവുകൾ വയ്ക്കപ്പെട്ട് അവർ പാറി നടക്കുകയാണ് സ്വർഗത്തിൽ. ഷഹാദത്തിന് അത്രയും വലിയ മഹത്വമുണ്ട്. പക്ഷേ ഒരു ഷഹീദിനെ അള്ളാഹു ആദ്യം നരകത്തിലേക്ക് ഇടുകയാണ്. രണ്ടാമത്, നഊദു ബില്ലാ നസ്തഗ്ഫിറുല്ലാഹ്, നല്ല ഖാരിഉം പണ്ഡിതനുമായ ഒരാളെയാണ് പടച്ചറബ് വിളിക്കുന്നത്. അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം പടച്ചറബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തെടുക്കുകയായിരുന്നു ദുനിയാവിൽ? അയാൾ പറയും, അല്ലാഹുവേ, നിൻ്റെ കിതാബ് ഞാൻ പാരായണം ചെയ്തു, അത് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു നിൻ്റെ മാർഗത്തിൽ. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. നീ നല്ല ഒരു ഓത്തുകാരനും നീ നല്ലൊരു പണ്ഡിതനുമാണെന്ന ഖ്യാതിക്ക് വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ് നീ ഈ ദൗത്യം നിർവഹിച്ചത്. എത്ര സമയമാണ് അയാൾ ചെലവഴിച്ചത് ഈ നന്മയ്ക്ക് വേണ്ടി. പക്ഷെ അയാളുടെ നീയത്തൊന്ന് മാറിപ്പോയി. നീയത്ത് നന്നായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മദ്ഹ് പറയും, മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സകല ജന്തുജാലങ്ങളും അയാൾക്ക് വേണ്ടി തേടും. ആർക്ക് വേണ്ടി? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മലായിക്കത്തുകളുടെ കൂടെ സ്വർഗത്തിൽ വിരാജിക്കേണ്ട മനുഷ്യനാണ്. പക്ഷേ നരകത്ത് പോയിക്കോന്ന് അള്ളാഹു പറയും. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല നീ ഓതിയത്. നിന്നെക്കുറിച്ച് ജനങ്ങൾ ഖാരി ആണെന്നും പണ്ഡിതനാണെന്നും പറയണം. നിൻ്റെ മധുരമനോഹരമായ പാരായണത്തിൽ ആളുകൾ ലയിച്ചു പോകണം, ആളുകൾ നിന്നെ വാഴ്ത്തണം, നിന്നെ പുകഴ്ത്തണം. സുംഅത്തിന് വേണ്ടി, റിയാഇന് വേണ്ടിയാണ് നീ പാരായണം ചെയ്തത്. മൂന്നാമത്തെ വ്യക്തി സ്വതക്ക നിർവഹിച്ച മനുഷ്യനാണ്. അള്ളാഹു കൊടുത്ത നിഅമത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, പടച്ചറബ്ബേ, ഒന്നുപോലും ബാക്കിയില്ലാതെ നിൻ്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്ത് തീർത്തിരിക്കുകയാണ്. അള്ളാഹു പറയും, എൻ്റെ മാർഗത്തിലല്ല. നീ നല്ല ഔദാര്യവാനാണ്, ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ദാനം ചെയ്തത്. അതുകൊണ്ട് നരകത്ത് പോയിക്കോന്നാണ്. ആദ്യം അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന 3 ആളും മഹനീയമായ കർമ്മം ചെയ്ത്, ത്യാഗം ചെയ്ത്, മനസ്സുമായി സമരസപ്പെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുന്ന, തൻ്റെ ആയുസ്സും തൻ്റെ സമ്പത്തും തൻ്റെ യൗവനവും മുഴുവൻ വിനിയോഗിച്ചിട്ടെടുത്ത എഫേർട്ടാണ് പാഴ്വേലയായി മാറിയത്. എന്തേ കാരണം? നീയത്താണ് ഏറ്റവും പ്രധാനം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ പടച്ചറബ് ഖബൂൽ ചെയ്യുന്നത് ഒരാളുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ
അർബഊന നവവിയ്യക്ക് ശർഹ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ. അശ്രദ്ധമായി ചെയ്യുന്ന ഇബാദത്തുകൾ അത് എത്ര വലിയ ഇബാദത്താകട്ടെ, അത് വെറും ആദത്താണ്. ആദത്ത് എന്താ? നമ്മൾ സാധാരണ ചെയ്യുന്നില്ലേ? തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, സംസാരിക്കുന്നു, മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ആദത്തുകൾ ചെയ്യുന്നില്ല, ശീലങ്ങൾ. അതുപോലെ വെറും ഒരു ഹാബിറ്റായിട്ട് മാത്രം മാറും അശ്രദ്ധമായി ചെയ്യുന്ന ഇബാദത്തുകൾ. അപ്പോൾ അശ്രദ്ധാലുവിൻ്റെ ഏത് ഇബാദത്തും പാഴ്വേലയാണ്. എന്നാൽ ആദാത്തു അഹ്ലിൽ യഖ്ളതി ഇബാദാത്തുൻ. ആദാത്തു അഹ്ലിൽ യഖ്ളതി, നല്ല നീയത്തോടുകൂടെ പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ആദാത്തുകളും എന്താ? അയാൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനൊക്കെ പടച്ചോൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് അയാൾ ചെയ്യണത്. നല്ല ഡ്രസ്സ് ധരിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാൻ ബ്യൂട്ടി ആയിരിക്കണം, ഞാൻ മറ്റുള്ളവരുടെ കണ്ണിൽ ആകർഷണീയതയുള്ളതായിരിക്കണം, ഞാൻ എപ്പോഴും നല്ലവനായിരിക്കണം, ആളുകൾ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയണം. അല്ല, അയാൾ ഉദ്ദേശിക്കുന്ന പടച്ചറബ് എനിക്ക് തന്ന നിഅമത്ത് എൻ്റെ ഡ്രസ്സിലൂടെ പ്രകടമാകണം. അള്ളാഹു എനിക്ക് തന്ന ഔറത്ത് അത് അല്ല പറഞ്ഞതുപോലെ മറച്ചു വെക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിരിക്കുന്നു, എന്ത്? വ ഇന്ന ലിജസദിക അലൈക ഹഖ്ഖ, നിൻ്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഉണ്ണണം, നീ ഉറങ്ങണം, നീ വിശ്രമിക്കണം, നീ മിതത്വം കാണിക്കണം, നീ വൃത്തിയുള്ളവനാകണം. അല്ലേ? ഈവൻ പല്ല് തേക്കണം, രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കണം, രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കണം, വീട്ടിൽ കയറുമ്പോൾ പല്ല് തേക്കണം, എല്ലാ വുദൂഇൻ്റെയും കൂടെ പല്ല് തേക്കണം. എന്തേ കാരണം? പല്ല് തേക്കുന്നത് മുതഹറത്തുൽ ലിൽ ഫം മർദാത്തുൽ ലിർറബ്ബ്. അൽഹംദുലില്ലാഹ്. ഈ ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു നമ്മെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഏതേത് കാര്യങ്ങൾക്കും നല്ല ഒരു ദീനീയായ നീയത്ത് വെച്ചാൽ അതെല്ലാം ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അത് ഈ ദീനിന് മാത്രമേ ഉള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കർമ്മം അത് ഇഖ്ലാസുള്ളതായാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുതാബഅത്ത് ചെയ്യുന്നതായാൽ അത് അവന് പുണ്യമായിട്ട് അമലുൻ സാലിഹ് എന്ന ദറജയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഈവൻ ഒരു സ്മൈല് പോലും, തബസ്സുമുക ഫീ വജ്ഹി അഖിക സദഖ. ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഒന്ന് പുഞ്ചിരിക്കില്ലേ, പിന്നെ അവിടെ ഒന്ന് സലാം പറയും. അതാണ് നമ്മൾ ശീലിച്ചു പോകുന്നത്. പിന്നെ അവിടെ മാന്യമായിട്ട് സംസാരിക്കും. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇബാദത്താണ്. ഒരാളുടെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി സദഖയാണ്. സലാം, അസ്സലാമു അലൈക്കും 10 പുണ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20 പുണ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് 30 പുണ്യം. ഒരാളെ കണ്ടാൽ അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ചു. അതുകൊണ്ട് ആസ് യൂഷ്വൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറി. നമ്മളുള്ളിൽ ഇബാദത്തിൻ്റെ നീയത്തുണ്ടോ, ഈ അജ്ർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, എങ്കിലത് ഇബാദത്താകുള്ളൂ. ഇല്ലെങ്കിൽ ആദത്തായി മാറും. ഒരാളോട് നമുക്ക് സംസാരിക്കാൻ മാന്യമായി നമ്മളവിടെ സംസാരിക്കുന്നു. ഖൗലുൻ മഅറൂഫ് സദഖ, നല്ല വാക്ക് സദഖയാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു കലിമ മിൻ റിദ്വാനില്ലാഹ്, അല്ലാഹുക്ക് തൃപ്തിപ്പെട്ട നല്ല വാക്കുകൾ സംസാരിക്കുന്നയാൾ ലാ യുൽഖി ലഹാ ബാലൻ, അവൻ അത്ര വലിയ ഗൗനിച്ചിട്ടൊന്നുമില്ല, അങ്ങനൊന്നും അവന് ശ്രദ്ധിച്ചിട്ട് ചെയ്തൊന്നും അല്ലെങ്കിൽ പോലും അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട വാക്ക് അവൻ സംസാരിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ പ്രതിഫലം കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നീയത്ത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇവിടെ കിതാബുകൾ രചിക്കുമ്പോൾ ആദ്യമായ ഹദീസ് രേഖപ്പെടുത്തിയത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർമ്മങ്ങൾ വേർതിരിക്കുക മാത്രമല്ല, കർമ്മങ്ങളുടെ അജ്റിനെ നിർണയിക്കുന്നതും നീയത്താണ്. ഒരേ കർമ്മം, ഇപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ടിരിക്കുക, ഞാൻ സംസാരിക്കുക, ഇതൊരു ഇബാദത്താണ്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട തോട്ടമാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹ്ഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്ന മാർഗ്ഗമാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ച് ഒരു ആയത്ത് ഓതുകയോ ഒരു ആയത്ത് പഠിക്കുകയോ ചെയ്താൽ ഒരൊട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം. എത്തിന്? ഒരായത്തിന്. ധാരാളം ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ദീനീ മജ്ലിസിലിരിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു, അള്ളാഹിൻ്റെ ഇഷ്ടം ലഭിക്കുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ദറജ ഉയർത്തപ്പെടുന്നു. എത്ര മഹത്വമുള്ള സദസ്സാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ അജ്റല്ല. ഹസനത്തിന് 10 മുതൽ 700 ഇരട്ടി വരെ കൂലി. നോമ്പിന് അതിനും മീതെയാണ്. ക്ഷമക്ക് കണക്കില്ല. പക്ഷെ ഓരോരുത്തരുടെയും മനസ്സും മനസ്ഥിതിയും നീയത്തും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവിടെയാണ് സുഹൃത്തുക്കളെ ഇഖ്ലാസ് എന്നത് പ്രസക്തമാകുന്നത്.
സഹാബത്ത് യുദ്ധത്തിന് പോയി. ആദ്യ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഹാബത്തിന് കുറച്ച് യുദ്ധാർജിത സ്വത്ത് കിട്ടി. അത് വീതം വെച്ച് എല്ലാവർക്കും കൊടുത്തു റസൂലുള്ളാഹ്. അതിലൊരു സാധുവായ മനുഷ്യൻ്റെ മുന്നിലേക്ക് ഈ സ്വത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്താണ്? ഇത് യുദ്ധാർജിത സ്വത്താണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് നൽകിയ, റസൂലുള്ളാഹ് വീതം വെച്ച് നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാൻ സത്യത്തിൻ്റെ പാർട്ടിയുടെ കൂടെ ഹക്കിന് വേണ്ടി പോരാടാൻ രണഭൂമിയിലേക്ക് ഇറങ്ങിയത് ഇതിനു വേണ്ടിയല്ല. ഈവൻ അയാൾക്കത് അനുവദിച്ചതാണ്, അനുവദിച്ച സ്വത്താണ്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു ഇതാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. ഞാൻ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടത് സത്യവും അസത്യവും തമ്മിൽ പോരാടുമ്പോൾ അസത്യത്തിൻ്റെ കക്ഷികൾ സത്യത്തിന് നേരെ തൊടുത്തുവിടുന്ന അമ്പുകൾ എൻ്റെ കഴുത്തിൽ തറച്ച് ഞാൻ ഷഹീദായി വീഴണം. അള്ളാഹു എന്നെ തൃപ്തിപ്പെടണം, പടച്ചറബിനിക്ക് സ്വർഗം നൽകണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. രണ്ടാമത്തെ പടപ്പുറപ്പാടിൽ സ്വഹാബത്ത് പറയാ, നബിയെ, അയാൾ മരിച്ചിരിക്കുന്നു, കഴുത്തിൽ അമ്പ് തറച്ച രീതിയിൽ അയാൾ മരിച്ചിരിക്കുന്നു എന്നാണ്. നോക്കൂ, നിഷ്കളങ്കമായി നിഷ്കപടമായി നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ പടച്ചറബ് അതിനുള്ള അവസരം കൊണ്ടുവരും. ഹജ്ജ് ആഗ്രഹിക്കൂ, ഉംറ ആഗ്രഹിക്കൂ, ഒരു പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിക്കൂ, അല്ലേ, 10-30 ആളുകളെങ്കിലും ഇഫ്താർ നടത്താൻ ആഗ്രഹിക്കൂ, പടച്ചറബ് ഡോറുകൾ തുറക്കും. നല്ലതാഗ്രഹിച്ച് നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് കൊണ്ടുവന്ന് തരുന്നുള്ള എക്സാമ്പിൾ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഖ്ലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുക. അതിന് പൂർത്തീകരിച്ച് തരും അള്ളാഹു, സത്യസന്ധമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂലേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യം ഈമാൻ കാര്യം പറഞ്ഞു. ഞാനിതിലൊന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യില്ലാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അഫ്ലഹ് ഇൻ സദഖ്, താങ്കൾ സത്യസന്ധമായിട്ടാണ്, നിഷ്കളങ്കമായിട്ടാണ്, നിഷ്കപടമായിട്ടാണ് ഈ പറഞ്ഞതെങ്കിൽ താങ്കൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരാധന നിർവഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ ഇഖ്ലാസ് ഉണ്ടെന്ന് ഓർപ്പിക്കണം. എന്തിനൊക്കെ? എല്ലാറ്റിനും, ഒന്നിനു മാത്രമല്ല, എല്ലാ കാര്യങ്ങളും. എന്താ ഇഖ്ലാസ്? ഹുവ ഇഫ്റാദുൽ ഹഖ് സുബ്ഹാന ബിൽ ഖസ്ദി ഫി ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സമ്പൂർണമായിട്ടും പടച്ച റബ്ബിനെ മാത്രം, അവൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കും. ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇത്ര ഏണിങ്സ് കിട്ടും, അതല്ല. ആളുകൾ എന്നെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ വിചാരിക്കും, അതല്ല. ഇതുകൊണ്ട് എനിക്ക് ഭൗതികമായ ഇന്ന ലാഭങ്ങൾ കിട്ടും, അതുമല്ല. ആഖിറത്തായിരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, വമിനന്നാസ് മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, എന്താ അവിടെ പ്രത്യേകത അറിയുന്നത്? യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം നഫ്സിനെ അങ്ങോട്ട് വിറ്റവരാണ് അവർ. അവർക്ക് സ്വന്തം ഇഷ്ടമല്ല, അവർക്ക് സ്വന്തം ആഗ്രഹമല്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും നേടണ്ട. പ്രശസ്തി വേണ്ട, പ്രൗഢി വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, അംഗീകാരങ്ങൾ വേണ്ട, ഞാൻ ചെയ്തത് ആരെങ്കിലും കാണണമെന്നില്ല, അറിയണമെന്നില്ല, അതൊന്നുമില്ല. എൻ്റെ റബ്ബ് സ്വീകരിച്ചാൽ മതി. അതല്ലേ വിശുദ്ധ ഖുർആൻ അബ്റാറുകളെ കുറിച്ച് പറഞ്ഞത്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവർ പാവങ്ങൾക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക്, വഴിപോക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ, ഒരു പ്രതിഫലമോ, ഒരു പകരമായിട്ട് എന്തെങ്കിലും ഒരു മുഖാഫഅത്തോ, ഇതിന് തത്തുല്യമായ എന്തെങ്കിലും ഒന്നോ ഇല്ല. ഒരു നല്ല വാക്ക് വേണ്ട, ഒരു പുഞ്ചിരി വേണ്ട, കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് അല്ലേ. എനിക്ക് വീട് വെച്ച് തന്ന ആൾ, എനിക്ക് റേഷൻ തരുന്ന ആൾ, എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്ന ആൾ എന്ന നിലക്ക് നമ്മെ കാണുമ്പോൾ ഒരു മുണ്ട് ഒന്ന് അയച്ചിട്ട് ബഹുമാനിക്കുക, അതുപോലും വേണ്ട. പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മളോട് കൽപ്പിച്ചത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅ്തുസ്സകാ വദാലിക ദീനുൽ ഖയ്യിമ. എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത കൽപ്പന, അതേ കൽപ്പനയാണ് നബിയോടും കൽപ്പിച്ചിരിക്കുന്നത്. വമാ ഉമിറൂ, അവരാരും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ
മുഖ്ലിസീന ലഹുദ്ദീൻ, സമ്പൂർണ്ണ ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് പരിപൂർണമായിട്ടും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് പടച്ച റബ്ബിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് റബ്ബിനെ ആരാധിക്കാൻ, നിസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, സ്വതക്ക നിർവഹിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, അതിനാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും കൽപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ വേണ്ടി പറയാണ്. എന്ത്? ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ പറയൂ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും മുഴുവൻ അല്ലാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. ലാ ശരീകല, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമായി അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ പടച്ച റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഒരാളെയും പ്രീതിപ്പെടുത്താനല്ല, ഒരാളെയും കാണിക്കാനല്ല. റിയാ ഇല്ല. റിയാ എന്താ? ആളുകളെ കാണിക്കുക. ഇത് ചെറിയ ശിർക്കാണ്. ആളുകൾ കാണട്ടെ അല്ലേ? ഒരാൾ നിസ്കരിക്കുന്നു, അവൻ്റെ നിസ്കാരം മറ്റൊരാൾ കാണുമ്പോൾ അയാൾ ആ നിസ്കാരം നന്നാക്കുന്നു, അതാണ് റിയാ. സുംഅത്ത് എന്താ? മറ്റുള്ളവർ തന്നെ കുറിച്ച് പ്രശംസിച്ചു പറയട്ടെ, പ്രശംസ കിട്ടാൻ വേണ്ടി ചെയ്യാം. ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, ഉപദ്രവിച്ചിട്ടും എടുത്തു പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വദഖയെ ബാത്തിലാക്കരുത്. അല്ലാഹുവിൻ്റെ ഖുർആൻ്റെ കൽപ്പനയാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്താൽ എന്താവും? അതൊരു മൊട്ടപ്പാറയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച മണൽത്തരികളെ പോലെയാവും. അതിലേക്ക് മഴ പെയ്യുമ്പോൾ അത് ചിതറിത്തെറിച്ച് പോവാണ്. പിന്നെ അത് റിക്കവർ ചെയ്യാൻ, അത് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റാത്ത കോലത്തിൽ അത് പാഴായി പോവാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം അത് ചെയ്യണ്ടോ നോക്കാല പഠിച്ച നമ്മളങ്ങോട്ട് വിട്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹനെ ആരാധിക്കാനാണ് സൃഷ്ടിച്ചത്. ആ ആരാധന ഇഖ്ലാസോടെ നിർവഹിക്കണം. അപ്പോൾ ഇഖ്ലാസോടെ ആരാണ് അള്ളാഹനെ മാത്രം ആരാധിക്കുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ജീവിതവും മരണവും പടച്ചോൻ തന്നത് ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് നോക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല, അക്തറു അമല എന്നല്ല, പിന്നെന്താണ്? അഹ്സനു അമല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറയാണ്, അഹ്സന അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഖ്ലസഹു വ അസ്വബഹു. രണ്ട് കാര്യം ഉണ്ടാവണം. ഒന്ന് ഇഖ്ലാസ് വേണം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഇത് രണ്ടും ഉണ്ടാവണം. ഒരാൾ നല്ല ഇഖ്ലാസോട് കൂടെ ചെയ്യണം, പക്ഷേ ബിദ്അത്തായ കാര്യമാണെങ്കിൽ അത് അഹ്സനായ അമലല്ല. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അതും അഹ്സനായ അമലല്ല. അപ്പം എന്തു വേണം? അഹ്സനാകണം, അസ്വബാകണം, ഏറ്റവും അഖ്ലസാവണം, ഏറ്റവും നല്ല ഇഖ്ലാസ് വേണം. ഒരു തരിമ്പ് പോലും മറ്റൊന്നും ഉദ്ദേശിക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് തെളിവുള്ള എവിഡൻസ് ഉള്ള ശരീഅത്തിൽ അസ്ലുള്ള അതായിരിക്കണം. പണ്ഡിതന്മാരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, എന്ത്? അതിന് അസ്ലില്ല. അങ്ങനെ ഒരു ദിക്റിന്, അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക്, അങ്ങനെ ഒരു നിസ്കാരത്തിന്, അങ്ങനെ ഒരു സ്വലാത്തിന്, അങ്ങനത്തെ ഒരു ആചാരത്തിന് അസ്ലില്ല എന്നവർ പറയും. അപ്പം അസ്ലുള്ള കർമ്മമായിരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതായിരിക്കണം. ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചത്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. അല്ലാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫല്യഅമൽ അമലൻ സാലിഹൻ, അവൻ അമലുൻ സാലിഹ് ചെയ്യട്ടെ, സാലിഹായ അമാലുകൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദതിഹി ബിഇബാദതി റബ്ബിഹി അഹദ, അല്ലാഹുവിൽ ഒന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പോൾ വലിയ ശിർക്ക് ചെയ്യാൻ പാടില്ല.
ചെറിയ ശിർക്ക്. എന്താ ചെറിയ ശിർക്ക്? ലക്ഷ്യം മാറിപ്പോവുക. അതും സംഭവിക്കാൻ പാടില്ല. പരിപൂർണമായിട്ടും അള്ളാഹുവിൻ്റെ മാത്രം ഉദ്ദേശം. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ഏറ്റവും നന്നായിട്ട് ഈ ദീനിനെ പാലിക്കുന്നവരാരാണ്? അഹ്സനുദ്ദീൻ. അതാരാണ് ആചരിക്കുന്നത്? അത് പടച്ച റബ്ബിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. വഹുവ മുഹ്സിൻ, അവനാണ് ഇഹ്സാൻ ചെയ്യുന്നവൻ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കണം? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹനെ കാണുന്നത് പോലെ ആരാധിക്കണം. പഠിച്ചോ കാണണ്ടല്ലോ നമ്മളെപ്പോഴും, അല്ലേ? ആരാധനയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പടച്ചവനെ നമ്മൾ ഡയറക്റ്റ് കാണുന്ന പോലെ, ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ഏത് ഇബാദത്തും അതാണ് ഇഹ്സാൻ, പടച്ചവനോടുള്ള ഇഹ്സാൻ. ഇനി നമ്മൾ നമ്മുടെ ഇണകരോടുള്ള സൽസ്വഭാവവും നല്ല മര്യാദയും സ്നേഹവും പ്രകടനം അതൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള നിലക്കാണ് ചെയ്യേണ്ടത്. മക്കളോടുള്ളത്, മാതാപിതാക്കളോടുള്ളത്, നമ്മുടെ സഹജീവികളോടുള്ളത്, കൂട്ടുകുടുംബങ്ങളോടുള്ളത്, അയൽപ്പക്കക്കാരോടുള്ളത്, പടപ്പുകളായിട്ടുള്ള മുഴുവൻ ജന്തുജാലങ്ങളോടുമുള്ള ഇഹ്സാൻ എല്ലാം റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ച് റബ്ബ് കാണുന്നുണ്ട് എന്ന നിലക്ക് നമ്മൾ ചെയ്യുക. അള്ളാഹു കാണാൻ വേണ്ടി മാത്രം ചെയ്യേണ്ടത്. പടപ്പുകൾ കാണിക്കാനല്ല. പടപ്പുകൾ കാണുമോ എന്ന് പേടിച്ച് മാറി നിന്നാലും റിയാ ആണ്. പടച്ച റബ്ബ് പടപ്പുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചെയ്താലും റിയാ ആണ്. എങ്ങനെ? പടപ്പുകൾ കാണരുത് എന്ന് വിചാരിച്ച് ചെയ്യാതെ മാറി നിന്നാലും, കാണുമോ എന്ന് വിചാരിച്ച് ചെയ്യാതെ മാറി നിന്നാലും റിയാ ആണ്. പടപ്പുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചെയ്താലും റിയാ ആണ്. അവിടെ എന്താ കാരണം? അവിടെ പടപ്പുകൾക്കാണൊരു ഡൊമിനൻസി, അല്ലേ? നമ്മൾ പടപ്പുകൾക്കൊരു വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 500 പെട്ടാൽ ഓലിപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ധർമ്മിഷ്ഠമാണെന്ന് വിചാരിക്കണം. നമ്മളവിടെ പടപ്പുകളെ കൺസിഡർ ചെയ്യാണ്. പടപ്പുകളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ റബ്ബ് സ്വീകരിക്കാനുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം ബക്കറ്റ് ഇട്ടൊരു കുഴപ്പമില്ല. ആര് കണ്ടാലും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അവിടെ പടപ്പുകളല്ല അജണ്ട. പടപ്പുകൾ നമ്മുടെ മുമ്പിൽ അജണ്ടയേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവനാണ് അജണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്, വസിയ്യത്ത് കൊടുക്കുകയാണ്. എന്താ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർതാ. മക്ക മുശ്രിക്കൽ നബിയുടെ അടുക്ക് വന്നിട്ട് പറയാ, നബിയെ മുഹമ്മദ്, താങ്കൾ ഈ പട്ടിണി പാവങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് പകരം കുറച്ചൊക്കെ പ്രമാണിമാരൊക്കെ കൂട്ടിപ്പിടിക്കുക, കുറച്ചൊക്കെ നല്ല നല്ല സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരൊക്കെ കൂട്ടിപ്പിടിക്കുക, എന്നാലല്ലേ ഞമ്മക്കൊക്കെ ഒന്ന് വരാൻ പറ്റുള്ളൂ എന്ന നിലക്ക് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്ത് അത്. വസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക. നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, പടച്ച റബ്ബിനെ ആരാധിക്കുന്നവരുടെ കൂടെ താങ്കളുടെ മനസ്സിനെ ക്ഷമയോടെ പിടിച്ചു നിർത്തുക. ബിൽ ഗദാത്തി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ പടച്ച റബ്ബിനെ ആരാധിക്കുന്നു. യുരീദൂന വജ്ഹ, അള്ളാഹിൻ്റെ പ്രീതി മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. പടപ്പുകളെടുത്തുനിന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് രാവും പകലും അള്ളാഹുവിനെ ആരാധന നിർവഹിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂടെ നിന്റെ മനസ്സിനെ നീ പിടിച്ചു കെട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ. ആരാണോ പടച്ച റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് വല്ലതും ചെയ്യുന്നത് അവർക്ക് ധാരാളമായി ഞാൻ പ്രതിഫലം കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രതിഫലത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയണം, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര ചെറിയ കർമ്മങ്ങളാണ് നീയത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് വലുതായത്. വ്യഭിചാരിണിയായ ഒരു പെണ്ണ് ദാഹിച്ചവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് പടച്ചോൻ വൻ പാപം പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തു. കാഴ്ചക്ക് ചെറിയ കർമ്മമാണ്, അല്ലേ? ചെറിയ കർമ്മം. അമലുൻ ഖലീൽ അജ്റുൻ കസീർ. ചെറിയ കർമ്മം, പക്ഷെ വലിയ മഹത്വം പടച്ചോൻ കൊടുക്കുകയാണ്. എന്തേ? ചെയ്യുന്നവൻ അത്രയും ഇഖ്ലാസോടെ, അത്രയും നീയത്തോടെ, അത്രയും നല്ല പ്രാർത്ഥനയോടുകൂടെയാണ് അയാൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
അല്ലാഹു പറയുന്നു, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആരെങ്കിലും ആഖിറത്ത് ഉദ്ദേശിച്ചാൽ അവൻ്റെ ആ ഒരു കൃഷിയിൽ അല്ലാഹു അഭിവൃദ്ധി നൽകും. അള്ളാഹിൻ്റെ പരലോകത്തേക്കാണ് ആരെങ്കിലും അവൻ്റെ കൃഷി ഇറക്കണമെങ്കിൽ, അവൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കും, തൗഫീഖ് കൊടുക്കും, ധാരാളം ചെയ്യാനുള്ള ഉദവി കൊടുക്കും. അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അവൻ മുന്നോട്ട് പോകും. അവനെ കാണുകയോ അറിയുകയോ പോലും ചെയ്യാത്ത 10,000 അവനെ ജീവനോളം സ്നേഹിക്കും. എന്നാൽ ദുനിയാവാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹാ, അവന് നാം ദുനിയാവ് കൊടുക്കും. ദുനിയാവെന്ന് കിട്ടേണ്ട തൽക്കാല സുഖവും സമാധാനവും ക്യാഷും പവറും പ്രൗഢിയും സ്ഥാനമാനവും ഒക്കെ കൊടുക്കും. പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നീ എന്തിനാണ് ചെയ്തത് അതെനിക്ക് തന്നിട്ടുണ്ട് അറിയും. പ്രശംസയ്ക്ക് വേണ്ടി ചെയ്തവന് അല്ലാഹ് എമ്പാടും പ്രശംസ കൊടുക്കും. ഇവിടുന്ന് അവൻ്റെ പ്രതിഫലം പൂർണ്ണമായിട്ടാണ് കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് അവന് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ വജ്ഹും പരലോകത്തെ പുണ്യവുമായിരിക്കണം സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം വചനങ്ങളും ഈ വിഷയവുമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല രംഗത്ത് തൗഹീദ് സ്വീകരിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹി ഖത്തുൻ മുഖ്ലിസൻ ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുസ് സമാഇ ഹത്താ തുഫ്ളി ഇലൽ അർശി മസ്തനബൽ കബായിർ. ഒരാൾ വൻപാപമൊക്കെ ഉപേക്ഷിച്ച് ജീവിച്ച ഒരാളാണ്, ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണെങ്കിൽ അവൻ്റെ പാപങ്ങളല്ല പുറത്തു കൊടുത്ത് ആകാശത്തിൻ്റെ ഡോറുകൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നതാണ്. തൗഹീദിനെ കുറിച്ച് ഇഖ്ലാസുള്ള തൗഹീദ് സ്വീകരിച്ചവൻ അല്ലേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയില്ല നമ്മളുള്ളത്. എങ്ങനെ പറയണം? മുഖ്ലിസം മിൻ ഖൽബി, മനസ്സിൽ നിന്ന് ഇഖ്ലാസോടുകൂടെ പറയണം. ശിർക്കിൻ്റെ ലാഞ്ചനയില്ലാത്ത കളങ്കമറ്റ തൗഹീദോടുകൂടെ പറയണം. നമസ്കാരത്തെക്കുറിച്ച്, ജമാഅത്തിന് പള്ളിയിൽ പോണതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ പള്ളിക്ക് പോകുമ്പോൾ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 27 ഇരട്ടി പ്രതിഫലം കൊടുക്കും. എപ്പോഴാണ് കൊടുക്കുക? ഫദാലിക അന്നഹു ഇദാ തവല്ലാ ഫഅഹ്സനൽ വുളൂ നന്നാക്കി സുമ്മ ഖറജ ഇൽ മസ്ജിദ്, പിന്നെ അവൻ പള്ളിയിലേക്ക് പോയി, ലാ യുഖ്രിജുഹു ഇല്ലസ്സലാഹ്, നിസ്കാരമല്ലാതെ മറ്റൊന്നും അവൻ നിയ്യത്താക്കിയിട്ടില്ല, ലം യഖ്തു ഖത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ വഹുത്ത അൻഹു ബിഹാ ഖതീആ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയിട്ട് നിർബന്ധമായ അതുപോലെ ഐച്ഛികവുമായ ആരാധനകൾ നിർവഹിക്കണം. ആ ആരാധന മാത്രം ലക്ഷ്യം വെച്ചിറങ്ങിയവൻ്റെ ഓരോ സ്റ്റെപ്പിനും അല്ലാഹ് ദറജ ഉയർത്തും, ഓരോ സ്റ്റെപ്പിനും അല്ലാഹു പാപം പുറത്തു കൊടുക്കും. അവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ അവനോട് നീ കരുണ ചെയ്യണേ, അവന് നീ റഹ്മത്ത് വർഷിപ്പിക്കണമേ, അവന് നീ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. എപ്പോൾ? ഇഖ്ലാസോടെ. നീയത്ത് എന്താണ്? വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് ഇറങ്ങുമ്പോൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം, 27 ഇരട്ടി കൂലി കിട്ടണം, പള്ളിയിലിരുന്ന് ദിക്റും ദുആയും ചെല്ലണം, സുബഹ് കഴിഞ്ഞ് ജമാഅത്ത് പങ്കെടുത്ത് ജമാഅത്തിന് ശേഷം ദിക്ർ ചൊല്ലി, അദ്കാർ സബാഹ് ചൊല്ലി, കുറച്ചു നേരം ഖുർആൻ ഓതി, സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, സമ്പൂർണ്ണമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുവിശേഷം, ആ ഓഫർ എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓനല്ലത് കൊടുക്കും, ഓനല്ലത് കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ തൗഹീദിൻ്റെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നോമ്പിൻ്റെ കാര്യത്തിൽ, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ആരാണോ നോമ്പ് നോൽക്കുന്നത് അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ സാമ യൗമൻ
ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പോറ്റാൽ 70 വർഷത്തെ വൈദൂരം അവൻ്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. ഇനി തറാവീഹിനെ കുറിച്ചോ, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനും ഇഹ്തിസാബും വേണം. അത് അള്ളാഹ് അവിടെ ഷർത്തായി വെച്ചിരിക്കുകയാണ്, അവിടെ ഒരു സബബായി ഇല്ലത്തായി വെച്ചിരിക്കുകയാണ്. എന്ത്? ഈമാൻ, ഇഹ്തിസാബ്. ഇത് രണ്ടും ഉണ്ടാവണം എല്ലാ ആരാധനയിലും. ഇബാദത്തുൻ ഖൽബിയ്യ, ഹൃദയം കൊണ്ടുണ്ടാകുന്ന ആരാധന അല്ലേ. ഒരു തെറ്റെന്ന് മാറിക്കണ് പടച്ചോനെ പേടിച്ചിട്ടായിരിക്കണം, പടപ്പള പേടിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? കരയുന്നത് പടച്ചോനെ പേടിച്ചിട്ടായിരിക്കും, ദുനിയാവിന് വേണ്ടിയല്ല. അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹിലുള്ള പ്രതീക്ഷ, അള്ളാഹിയുള്ള ഭയം, അള്ളാഹിലുള്ള തവക്കുൽ, അതൊന്നും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒക്കെ പടച്ചോനെ ഏൽപ്പിച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാവും. എന്നാൽ പിന്നെ റിസ്ക് എടുക്കണ്ട. ഭൗതികമായ ലക്ഷ്യമല്ല. ഇതൊക്കെ ഇബാദാത്തുൻ ഖൽബിയ്യയാണ്, ഹൃദയം കൊണ്ടുള്ള ഇബാദാത്ത്. നാവ് കൊണ്ടുള്ള ഇബാദത്തുൽ ലിസാനിയ്യ, തിലാവത്ത്, ദിക്ർ, ദുആ, ദഅവത്ത്, നല്ല വർത്താനങ്ങൾ, ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്താണ് അല്ലേ. പിന്നെ ഇബാദത്തുൻ ബദനിയ്യ, ശരീരം കൊണ്ടുള്ള നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് അല്ലേ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്ന ഇബാദത്ത്. എല്ലാ ഇബാദത്തും പടച്ചോനിലുള്ള വിശ്വാസവും അവനിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും. എൻ്റെ റബ്ബ് എനിക്ക് നിർബന്ധമാക്കിയ നോമ്പ്, നിർബന്ധമാക്കിയ നിസ്കാരം, നിർബന്ധമാക്കിയ സകാത്ത്, അത് ഞാൻ കൊടുത്തു വീട്ടുന്നു. എന്തിന്? ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി, പടച്ചറബിൻ്റെ പുണ്യത്തിന് വേണ്ടി, അവൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന നീയത്ത് വേണം. സ്വതക്കയെക്കുറിച്ച് പറഞ്ഞില്ലേ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കും. ആരാ 7 വിഭാഗത്തിൽ ഒരാൾ? വറജുലുൻ, ഒരു മനുഷ്യൻ. എന്തായുടെ പ്രത്യേകത? അയാൾ തസദ്ദഖ, സ്വതക്ക നിർവഹിച്ചു, ഫഅഖ്ഫാഹ, അയാൾ അത് ഗോപ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ചെലവാക്കുക. മനസ്സിലായില്ലേ? സിറായിട്ടും ജഹ്റായിട്ടും ചെലവഴിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ സിറായിട്ട് കൊടുക്കുന്നതിന് മഹത്വം കൂടുതലാണ്. ഇഖ്ലാസ് ഉണ്ടാകാനുള്ള ഒരു മാർഗം കൂടെയാണ് സ്വകാര്യ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇഖ്ലാസാണ് ആ തെളിയിക്കുന്നത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിൻ്റെ അങ്ങേയറ്റം. മനസ്സിലായില്ലേ? ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഹജ്ജിന് പോയിനി അല്ലേ, രാത്രി ഭയങ്കര മഴയായിരുന്നു. എന്തേ? ഞാൻ രാത്രി നിസ്കരിക്കാൻ എണീറ്റപ്പോഴാണ് ഇടിയും മഴയും. ഇജറിഞ്ഞില്ല? ഒമ്പം മഴേനി. നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ നിസ്കരിക്കാന്ന് വെച്ചു. ഓരോന്ന് ഞാനാണ് അതുണ്ടാക്കിയത്, ഇതുണ്ടാക്കിയത്, ഇത് കൊടുത്തത്, അതാക്കിയത്, ഇതാക്കി ഓരോ കാര്യങ്ങൾ. ഇവിടെ നിന്നൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ വന്ന് ഇവിടെ പാർത്തപ്പോൾ ഭയങ്കര സംഘടനയൊക്കെ ആയിരുന്നു. ചരിത്രം പറയാൻ മറ്റുള്ളവർക്ക് ഗുണപാഠം കിട്ടാൻ വേണ്ടി പറയുന്ന ചരിത്രങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ താൻപോരിമ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു സംഭവമാണ്, നമ്മുടെ കഥകൾ, നമ്മുടെ ത്യാഗങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ ബാധിലായി പോവാണ് കർമ്മങ്ങൾ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്തേ? ഫുള്ള് മീറ്റിങ്, ഫുള്ള് യാത്ര, ഫുള്ള് പരിപാടി. ഇതൊക്കെ എപ്പോൾ പറയേണ്ടേ? നിങ്ങൾ ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ 3 ആൾക്കാർ പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളൂ. ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. കാരണം എൻ്റെ ഉമ്മയും ബാപ്പയാണ് എനിക്ക് ഏറ്റവും വലുത് അല്ലേ. വ്യഭിചാരത്തിന് അവസരം ഉണ്ടായപ്പം അതിൽ നിന്ന് പടച്ചോനെ ഓർത്തിട്ട് രക്ഷപ്പെട്ടു അല്ലേ. ജോലി ചെയ്തിട്ട് കൂലി വാങ്ങാതെ പോയപ്പോൾ ആ കൂലിക്കൊരു ഒട്ടകത്തെ വാങ്ങി, ആ ഒട്ടകം പ്രസവിച്ച്, അതിൻ്റെ മക്കൾ പ്രസവിച്ച് ഒരു താഴ്വാരം നിറയെ ആയപ്പോൾ ആ ജോലിക്കാരൻ കൂലി ചോദിച്ചു വന്നപ്പോൾ ആ താഴ്വാരം നിറച്ചുള്ള ഒട്ടകങ്ങളെ മുഴുവനും കൊടുത്തു. കാരണം മൂലധനം ആരതാ? ഇവൻ്റെതാണ്. ഓൻ്റെ മൂലധനം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഗതിയുടെ മുഴുവൻ ഓണർഷിപ്പും അയാൾക്കാണ് കൊടുത്തു. പടച്ചോനെ നിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യണമൊക്കെ ആരോടെ പറയേണ്ടി? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള തവസ്സുലാണത്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അഅ്മാലു സാലിഹാത്തുകൾ വെച്ച് നമുക്ക് പടച്ചറബിനോട് പ്രാർത്ഥിക്കാം. സൽക്കർമ്മകാരികളായിട്ടുള്ള നല്ല മനുഷ്യന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. ഇതൊക്കെയാണ് അനുവദിച്ച തവസ്സുൽ. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം പഠിപ്പിച്ച വസീല ഇതാണ്. അല്ലാതെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൾ കൊണ്ട് വസീല തേടാമെന്നല്ല. അനുവദിച്ച തവസ്സുലിനുള്ളതാണ് നമ്മുടെ ത്യാഗങ്ങളൊക്കെ. അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു പരത്തി
അതിൻ്റെ പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ ഇല്ലാതാക്കി ഈ സാധാരണക്കാരായ 4 മനുഷ്യന്മാരുടെ അപ്രീഷിയേഷനും അവരുടെ പുഞ്ചിരിയും അവരുടെ സപ്പോർട്ടും കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം സുഹൃത്തുക്കളെ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരു നഫ്സും മറ്റൊരു നഫ്സിനും ഒരു ഉപകാരവും ചെയ്യാത്ത ദിനത്തിൽ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് വരുന്ന പരലോകത്ത് പടച്ചറബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്ത കർമ്മങ്ങൾ ഉപകാരപ്പെടുന്ന അവിടേക്ക് വേണ്ടി നാം സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പാദ്യത്തിനിടക്ക് പുഴുക്കുത്തുകൾ കടന്നുകൂടാതിരിക്കാൻ ജാഗ്രത കാണിക്കണം. നമ്മൾ ജാഗ്രത ഷെയ്ത്താൻ്റെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ഇഖ്ലാസ് എപ്പം വേണം? കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വേണം, ചെയ്തുകൊണ്ടിരിക്കേ വേണം, ചെയ്ത് കഴിഞ്ഞാലും വേണം. മനസ്സിലായില്ലേ? ചെയ്തതിന് മുമ്പ് വേണം. എന്തിന് ചെയ്യുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു പുണ്യത്തിൻ്റെ നന്മയും പ്രതിഫലമൊക്കെ ആയിരിക്കണം നമ്മൾ മനസ്സിലാണ്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായില്ലേ, മനോഹരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ശുക്ർ കാണിക്കാൻ, നിനക്ക് ദിക്റെടുക്കാൻ, നിനക്ക് മനോഹരമായി ഇബാദത്ത് ചെയ്യാൻ. അയ്യുക്കും അഹ്സനു അമല, അതല്ലേ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ആ അഹ്സനായ അമൽ ചെയ്യാനുള്ള ഉദവി നമ്മൾ പടച്ചവനോട് സഹായം നമ്മൾ തേടുകയാണ്. അപ്പം ഇങ്ങനെ നന്നാകുമ്പോൾ അൽഹംദുലില്ലാഹ്, ശുക്രിൻ്റെ വാക്കും പടച്ചവൻ തന്ന അനുഗ്രഹവും ആ ഒരു തൗഫീഖിലുള്ള നന്ദിയും ഇതൊക്കെയാണ്. അല്ലാതെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് സംഭവം അതല്ല. ആളുകൾ നമ്മുടെ മുമ്പിൽ അജണ്ടയേ അല്ല. ഇതൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യന്മാരാണ്. ഇഷ്ടപ്പെടാനും എളുപ്പമാണ്, വെറുക്കാനും എളുപ്പമാണ് അല്ലേ? ഒരു കവി പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഓഫ് എനിക്കൊന്ന് ചിരിച്ചുകൂടെ ചോദിച്ചു. ചിരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തൊരു പളപളപ്പാ കാണിക്കണേ, ഇങ്ങനെയൊക്കെ ചിരിക്കണോ ചോദിച്ചു. ഞാൻ മിണ്ടാന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, മിണ്ടിയപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്തൊരു വായാടിത്തന്നെ, കുറച്ചൊന്നും മിണ്ടാന്ന് ചോദിച്ചു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു മനസ്സിൽ കുയിന്തും പോരും വെച്ച് ഞാൻ നടക്കുക, ആരോടും മിണ്ടാതെ. അവസാനം മൂപ്പര് എനിക്ക് മനസ്സിലായി, പടപ്പുകളെ ബോധ്യപ്പെടുത്താനും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ശ്രമിച്ചാൽ ഞാൻ പരാജയപ്പെടുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി എ മുസ്ലിം ആവുക. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? പരിപൂർണമായിട്ടും പടച്ച റബ്ബിന് കീഴൊതുങ്ങുക. മുസ്ലിമിൻ്റെ മുമ്പിലെ എയിം എന്താണ്? പടച്ച റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റവനാണ് മുഅ്മിൻ. ആ ഒരു ക്വാളിറ്റി സഹോദരന്മാരെ നമുക്കുണ്ടാവണം. ഒരു മുഅ്മിനിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അഅമാലു സാലിഹാത്ത്, അഅമാലുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഏത്? ഇഖ്ലാസ്. ഖൗഫയിൽപ്പെട്ടതാണ്, മഹബ്ബത്തിൽപ്പെട്ടതാണ്, അതൊക്കെ അതിൽപ്പെട്ടതാണ്. വറഅ് അതിൽപ്പെട്ടതാണ്, തഖ്വ അതിൽപ്പെട്ടതാണ്, അഅമാലുൽ ഖുലൂബിൽപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയത്തിനുണ്ടാകേണ്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ് അതൊക്കെ. തവക്കുൽ അതിൽപ്പെട്ടതാണ്, മുഹാസബത്ത് അതിൽപ്പെട്ടതാണ്. ആ ഒരു ക്വാളിറ്റിയാണ് ഇഖ്ലാസ്. അതെന്തിൽ വേണം? എല്ലാറ്റിലും വേണം. ഈവൻ നമ്മൾ ചെയ്യുന്ന ആദത്തുകളിൽ പോലും, പതിവ് ദിനചര്യകളിൽ പോലും നമുക്ക് ആ ഇഖ്ലാസ് കൊണ്ടുവരാൻ പറ്റിയാൽ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ വലിയ സംഭവമായിരിക്കും അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഗസാ ഫീ സബീലില്ലാഹ് വലം യൻവി ഇല്ലാ ഇഖാലൻ ഫലഹു മാ നവ. അവനൊരു ചെറിയ കാര്യങ്ങൾ പോലും, ഒരു ഭൗതികമായ എന്തെങ്കിലും സാധനമാണ് അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ ഉദ്ദേശിക്കണമെങ്കിൽ ഓൻ അത് കിട്ടും. അല്ല, ഓന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇതുകൊണ്ട് വല്ല പുണ്യവുമാണ് ആഗ്രഹിക്കണമെങ്കിൽ അവനത് കിട്ടും. റസൂലുള്ളാഹി പറയാം, മനിത്തബഅ ജനാസ മുസ്ലിം ഈമാനൻ വഹ്തിസാബൻ വകാന മഅഹു ഹത്താ യുസല്ലി അലൈഹാ വയുഫ്റഗു മിൻ ദഫ്നിഹാ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖൈറാതൈൻ കുല്ലു ഖൈറാത്തിൻ മിസ്ലു ഉഹദിൻ ومن صلى عليها ثم رجع قبل أن تدفن فإنه يرجع بخيرات. എന്താണ്? ഒരു മയ്യത്തിൻ്റെ കൂടെ ഒരാൾ അനുഗമിച്ചു, നിസ്കരിച്ചു പോന്നു, ഓനൊരു ഖീറാത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് ജനാസ ഖബറടക്കാൻ പോയി, അവിടുത്തെ ചര്യകളൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിൽ അവന് ഖീറാത്താൻ. ഇതാർക്കാ കിട്ടുക? മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടെയും പ്രതിഫലേച്ഛയോടുകൂടെയും ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. പണ്ഡിതന്മാർ പറഞ്ഞ തരങ്ങൾ, ഒരു നൂലാണ് ഇഖ്ലാസ്. ഏത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു നൂലാണ്. എന്ത്? ആളുകളെ കാണിക്കാനും പാടില്ല, ആളുകൾ നാം കാണും ചെയ്യും,
അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു നൂലാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് നമ്മൾ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞു, തഅല്ലമു അന്നിയ്യ, നിങ്ങൾ നീയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന വേണം. ഫഇന്നഹ അബ്ലഗു മിനൽ അമൽ, അമലുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആ ഒരു നീയത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ നീയത്ത് പ്ലേസ് ചെയ്യുന്നിടത്ത് നമ്മൾ അശക്തരായി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടും കാര്യമില്ല, അതൊക്കെ ബാത്തിലായി പോകും. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന മാത്സര്യം കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ താല്പര്യം കാണിക്കേണ്ട, മാത്സര്യം കാണിക്കേണ്ട വിഷയമാണ് നമ്മുടെ നീയത്തിനെ ശരിയാക്കുക, ഇഖ്ലാസ് കൊണ്ടുവരിക എന്നുള്ളത്. ഇല്ലെങ്കിൽ ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതങ്ങോട്ട് പൂർത്തീകരിച്ച് തരുമെന്ന് ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്, ഇസ്രായിലുണ്ട്, സൂറത്ത് ഷൂറയിലുണ്ട്, എല്ലാമുണ്ട്. ഇന്ന അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, സ്വഹാബത്തിനോട് പറയാം. എപ്പോഴാണ് പറഞ്ഞറിയെങ്കിൽ ഈ ഉമ്മത്തിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ ഫിത്നയാണെന്ത്? മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്ന അല്ലേ? ആ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടുന്ന് പോയി. പിന്നെ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യാണ്. നമ്മുടെ കാലത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ പോകും അല്ലേ? കുറച്ച് ആൾക്കാരെങ്കിലും ആ ക്ലാസ്സിലുള്ള കണ്ടൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? സ്വഹാബത്ത് ആ ക്ലാസ്സിലെ കണ്ടൻറ്റിനെ, അവർക്ക് ഹേർട്ട് ചെയ്ത പോയിന്റിനെ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ സ്വഹാബത്ത് വരെ കുന്നാൻ തദാക്കറൻ മസീഹുദ് ദജ്ജാൽ, ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി പോയിട്ട് കുറേ നേരമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നേരങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അവർ പറഞ്ഞു, ഞങ്ങൾ മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫിത്നയാണത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയെക്കാളും ഞാൻ നിങ്ങളിൽ ഭയക്കുന്ന ഫിത്ന ചെറിയ ശിർക്കാണ്. സഹാബത്ത് ചോദിച്ചു, വമ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ചെറിയ ശിർക്ക് എന്താണ് നബിയെ? അരിയാ, ലോകമാന്യതയാണ്. യഖൂലുല്ലാഹു തബാറക വ തആല യൗമുൽ ഖിയാമ ഇദാ ജുസിഅ അന്നാസു ബിഅമാലിഹിം, കർമ്മങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുർ ഹൽ തജിദൂന ഇൻദഹും ജസാ. നിങ്ങൾ ആരെ കാണിക്കാനാണോ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്തത്, നിസ്കരിച്ചത്, നോമ്പ് നോറ്റത്, സ്വതഖ നിർവഹിച്ചത്, ഹജ്ജ് ചെയ്തത്, ജിഹാദിലേർപ്പെട്ടത്, ദഅവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്, അവരോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങൾക്കുള്ള പ്രതിഫലം അവരുടെ കൈകളിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരട്ടെ. അള്ളാൻ്റെ അടുത്തില്ല. പടച്ചോൻ വരും, വിശ്വാസികൾ പടച്ച റബ്ബിനെ കാത്തിരിക്കും. അള്ളാഹു സുബ്ഹാനഹു ചോദിക്കും, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? വിശ്വാസികൾ പറയും, അള്ളാഹുവിനെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം പടച്ച റബ്ബിനെ? അള്ളാഹു ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. അവൻ അവൻ്റെ കണങ്കാല് വെളിവാക്കുന്ന ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിലെ മറനീക്കും. പടച്ച റബ്ബിനെ കാണുമ്പോൾ മുഅ്മിനീങ്ങൾ സുജൂദിൽ വീഴും. എന്നാൽ അല്ലറച്ചില്ലറ നീയത്തിൽ പോരായ്മണ്ടായ ആൾക്കാർ മൂക്കുകുത്തി വീഴും. കാരണം അവർക്ക് സുജൂദിക്ക് മടങ്ങാൻ കഴിയിലാണ്. ലക്ഷ്യം, ഉദ്ദേശം, നീയത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മഹാനായ ഒരു പ്രവാചകൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധ കഅബാലയം പുതുക്കി പണിയുന്നത്. ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടുത്തു കഴിഞ്ഞതിന് ശേഷമല്ല, പടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പള്ളിക്ക് തറയിടുമ്പോൾ അതിങ്ങനെ ഓസ് പിടിച്ച് നനക്കുമ്പോൾ കണ്ണിങ്ങനെ നിറയാണ്, പടച്ചോനെ കബൂൾ ചെയ്യണേ റബ്ബേ. ദഅവത്തിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലായില്ലേ? സ്വതക്ക കൊടുക്കുമ്പോൾ കൈകൾ വിറക്കുകയാണ്. അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ പിടക്കുക. ആയിഷ ബീവി ചോദിക്കുക, നബിയെ എന്തേ പിടക്കാൻ കാരണം? അവർ മോഷ്ടിച്ചവരാണോ? അവർ വ്യഭിചരിച്ചവരാണോ? അവർ മദ്യപിച്ചവരാണോ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലായാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ പുത്രി ആയിഷ, അതുകൊണ്ടല്ല അവരുടെ കൈകൾ വിറക്കുന്നത്, ഹൃദയം പിടക്കുന്നത്. വഹും യഖാഫൂന അല്ലാ തുഖ്ബില മിൻഹും, അവർ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സ്വതക്ക കൊടുക്കുക, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പേടി, പടച്ചോനെ ഇത് കബൂൾ ചെയ്യൂലേ. നമ്മൾക്കിന്ന് അജ്ർ ഉറപ്പിച്ച മാതിരി അല്ലേ?
ആൾക്കാർ നല്ല വർത്താനം കിട്ടിയാലും നമുക്ക് സമാധാനമായി. ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരാളൊരു നല്ല വർത്താനം പറയില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാപ്പല്ലെങ്കിൽ പറയൽ നമ്മളങ്ങനെ കിടന്ന് അധ്വാനിക്കുക എന്നല്ലാതെ ഒരാളൊരു നല്ല വർത്താനം പറയില്ല. പള്ള നിറച്ച് തിന്ന് അങ്ങനെ നീച്ചു പോവും. വേണ്ട, ആരും പറയണ്ട. ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇത്ആമു ത്വആം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് അൽ അഖ്റബ്, ഏറ്റവും അടുത്തവരായ നമ്മുടെ കുടുംബത്തിന്, സ്വന്തം ഭർത്താവിന്, സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം കുടുംബാംഗങ്ങൾക്കാകുമ്പോൾ അതിന് അജ്റ് കൂടും. അയൽവാസികൾക്കാകുമ്പോൾ അജ്റ് കൂടും. നമുക്കെന്തിനാ പ്രശംസ? നമുക്കെന്തിനാ നല്ല വർത്തമാനം? ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലൊരു പുണ്യമാണെന്ന് ആഗ്രഹിച്ച് ചെയ്യ്. അപ്പോൾ അടുക്കള ജോലികൾ എളുപ്പമാകും. ഈ പാത്രം കഴുകുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും നിലം തുടക്കുന്നതും ഭർത്താവിൻ്റെയും മക്കളുടെയും ഉടുപ്പ് വൃത്തിയാക്കുന്നതൊക്കെ എനിക്ക് പടച്ച റബ്ബ് അജ്ർ നൽകുന്ന മഹത്തായ കർമ്മമാണെന്ന് നീയത്ത് ചെയ്തു നോക്കൂ. അതൊക്കെ എളുപ്പമാകും. ചെയ്യുമ്പോൾ നല്ല തൃപ്തി ഉണ്ടാകും. മറ്റു നമ്മൾ ചെയ്യും വേണം, പിന്നെ മനസ്സിലിങ്ങനെ പിറുപിറുക്കും ചെയ്യും. ഇതേപോലെയാണ് ആണുങ്ങൾ വീട്ടിലെ ചെലവ് നിർവഹിക്കുമ്പോൾ, വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട്, മക്കളുടെ ഫീസിന് വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇണകൾ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുകയാണ്, നമ്മൾ മുഖം കറുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ അവർക്ക് പ്രയാസമാണ്. എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പറയാണ്. അങ്ങനെ പറയിപ്പിക്കരുത്. പടച്ചോൻ നമ്മൾ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിയ്യത്താക്കണം. പടച്ചോനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നത് സ്വതഖയാണ്. മക്കളോട് കാരുണ്യം കാണിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹം പുണ്യമാണ്, ഇബാദത്താണ്. പടച്ചോൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ആണിനോട് ചെലവ് കൊടുക്കണം, അല്ലേ? ആണ് ചെലവ് നിർവഹിക്കണം. ഭാര്യയ്ക്ക് വരുമാനമുണ്ടെങ്കിൽ പോലും നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കറണ്ട് ബില്ല് അടക്കുമ്പോഴും, ഫോൺ റീചാർജ് ചെയ്യുമ്പോഴും, വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴും, ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുമ്പോഴും, എന്താ ഇപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ആസ്പത്രി കൊണ്ടുപോയി കൊടുക്കാനുള്ളൂ. കൊടുക്കാനുണ്ടല്ലോ, അല്ലേ? കൊടുക്കാനുണ്ടല്ലോ. സേ അൽഹംദുലില്ലാ. മരുന്ന് വാങ്ങാൻ കാശില്ലാതെ, ചികിത്സിക്കാൻ വകയില്ലാതെ, ആൾക്കാരെ മുമ്പിൽ തെണ്ടണ്ട ഗതികേട് പടച്ചോൻ നമുക്ക് തന്നില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയല്ലേ വേണ്ടത്. രോഗം വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ രോഗം വരുമ്പോൾ ക്ഷമിച്ച് ചികിത്സ തേടൂ. തദാവൗ ഫഇന്ന ലികുല്ലി ദാഇൻ ദവാ. നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കൂ. എല്ലാ രോഗത്തിനും മെഡിസിനുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പന പാലിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ചികിത്സിക്കുന്നു, ഫീസ് അടച്ചു പോരുന്നു, മരുന്ന് വാങ്ങുന്നു. അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിക്കൂ. അപ്പം നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും സുഹൃത്തുക്കൾ. ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഇതെന്താ വെച്ചാൽ പടപ്പുകളുടെ ചങ്ങലക്കെട്ടിനകത്താണ് നമ്മൾ. എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമൻ്റ് ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണേ. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണമല്ല നോക്കുന്നത്, എഫേർട്ടാണ്. അള്ളാഹ് റിസൾട്ടല്ല നോക്കുന്നത്. റിസൾട്ട് നമ്മളെ കയ്യിലാണ് ആണോ? ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്ത് ഇതിൻ്റെ റിസൾട്ട് ഇത് എത്രത്തോളം എത്ര ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അള്ളാഹ് തീരുമാനിക്കണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നമ്മുടെ എഫേർട്ടിലേക്കാണ്, റിസൾട്ടിലേക്കല്ല. റിസൾട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടാ. റിസൾട്ടൊക്കെ നമ്മൾ അള്ളാഹിനോട് പറയട്ടെ, പടച്ചോനെ ഞങ്ങൾ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്, വീട് മൊത്തം കയറി ഇറങ്ങി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ഇനി എത്ര ആൾ വരുന്നൊന്നും അറിയില്ല. വരാളൊരു മനസ്സുണ്ടാക്കി കൊടുക്കണേ. മനസ്സിലായി? തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് ഈ ഹക്ക് ബോധ്യപ്പെടുന്നൊന്നും അറിയില്ല. പടച്ചോനെ നീ നിൻ്റെ അടുത്താണ്. അഥാബ് നബി റബാഹ് മരിക്കുമ്പോൾ 7 ശിഷ്യന്മാരാളുള്ളത്. ലോകം കണ്ട മഹാപണ്ഡിതനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ആകെ ഒരു ശിഷ്യനാണുള്ളത്, ഇമാം മുസ്ലിം മാത്രം. എണ്ണവും വണ്ണവുമാണ് നോക്കുന്നതെങ്കിൽ, സംഘശക്തിയാണ് നോക്കുന്നതെങ്കിൽ, സ്വീകാര്യതയാണ് നോക്കുന്നതെങ്കിൽ, സപ്പോർട്ടാണ് നോക്കുന്നതെങ്കിൽ, കമൻറ്റും റീച്ചുമാണ് നോക്കുന്നതെങ്കിൽ, ലോകം കണ്ട മഹാപണ്ഡിതന്മാർക്ക് റീച്ച് കിട്ടിയിട്ടില്ല. അവർ റീച്ച് ആഗ്രഹിച്ചിട്ടുമില്ല. ഒരു പണ്ഡിതൻ നടന്നു വരുമ്പോൾ മാർക്കറ്റിൽ ആളുകൾ തിരക്കാണ് സാധനം വാങ്ങാൻ. അപ്പോൾ ഇയാളിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആളുകൾ മാറിക്കൊടുക്കി. അറിയപ്പെട്ട മുഹദ്ദിസാണ്, പണ്ഡിതനാണ്, ആലിമാണ്, അദ്ദേഹം വാങ്ങിച്ചു പോയിക്കോട്ടെ. അങ്ങനെയല്ലേ? സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ്. അദ്ദേഹം അവിടുന്ന് പോയി. കാരണം എൻ്റെ ഇൽമ്, എൻ്റെ പാണ്ഡിത്യം ഈ ദുനിയാവിൽ ഇളവിനുള്ളതല്ല, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾക്കുള്ളതല്ല, ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്കുള്ളതല്ല. അത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അടുക്കൽ സ്വർഗം കിട്ടാനുള്ളതാണ്. ഇൽമുൻ അല്ലമഹു വനശറഹു. പഠിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഇൽമ് മരിച്ചാലും നിലയ്ക്കാതെ ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്ന ജാരിയായ സദഖയാണ്, ജാരിയായ പ്രവർത്തനമാണ്. അത് ഈ ദുനിയാവിലെ അംഗീകാരവും സ്ഥാനമാനങ്ങളും സപ്പോർട്ടും ബഹുമാനവും ആദരവും സ്നേഹവും അതുപോലെ തന്നെയുള്ള പുഷ്പാർച്ചനകളും ആഗ്രഹിക്കരുത്. ആൾക്കാരിപ്പോൾ സ്നേഹം കൊണ്ട് പലതും തരിക, സ്നേഹിക്കുക, പ്രകടിപ്പിക്കുക, അതൊക്കെ ചെയ്തു നോക്കി വരും. പക്ഷെ മനസ്സിലൊരിക്കലും ഉണ്ടാവരുത്. എനിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം പൂർണ്ണമായി അതാണ് ഇഖ്ലാസ്. ലബനുൻ ഖാലിസൻ എന്താ?
ലബനുൻ ഖാലിസ് എന്ന കറന്നെടുത്ത കളങ്കമില്ലാത്ത പാല, പ്യുവർ മിൽക്ക് അല്ലേ. ഇപ്പം ലബന് തൈരാണ് അല്ലേ, മോരിന് ലബന് പറയില്ലേ, ഹലീബാണ് പാല് അല്ലേ. അപ്പോൾ അത് കളങ്കമില്ലാത്തതായിരിക്കണം നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഏതൊരു കർമ്മത്തിലും സമ്പൂർണ്ണമായിട്ട്. അപ്പോൾ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചോൻ എന്ന് എന്തൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാൻ്റെ അടുത്തേക്കുള്ളതായിരിക്കും. മറ്റത് കുറേ അങ്ങനെ ലാപ്സായി പോവാണ്, വേസ്റ്റായി പോവാണ്. ഒരു ഓട്ടറുള്ള കലത്തേക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും, മോട്ടർ അങ്ങനെ അടിക്കുന്നുണ്ട്, ടാങ്കറ്റ് നിറയണില്ല, നമ്മൾ നോക്കൂലേ ഇതെവിടെ ഒരു ദോരണ്ടെന്ന് അല്ലേ. അപ്പോൾ ദോരം വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ദോരം വീഴാത്ത ഇഖ്ലാസുള്ള കർമ്മങ്ങൾ നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ കർമ്മം അല്ലാഹ് സ്വീകരിക്കും. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നവൻ്റെ കർമ്മങ്ങളെ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. അങ്ങനെ ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് പടച്ചവൻ്റെ അടുത്ത് നല്ല പ്രതിഫലം കിട്ടും. ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ. അള്ളാഹിൻ്റെ കൂലി മാത്രം നീ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്താൽ നിനക്ക് പ്രതിഫലം നിർബന്ധമായിട്ടും കിട്ടും. മനസ്സിലായില്ലേ? പരലോകത്ത് ഹൽമും ഉണ്ടാവില്ല, ദുൽമും ഉണ്ടാവില്ല. എന്താ ഹൽമ്, എന്താ ദുൽമ്? ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യാത്ത കാര്യം അയാളുടെ പേര് എഴുതി വെക്കുക. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരെ തല്ലിക്കൊല്ലുക, കേസ് ചുമത്തുക, എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയിടുക, എന്നിട്ട് ആരോഗ്യമൊക്കെ ക്ഷയിപ്പിച്ചിട്ട് മരുന്നടിച്ചിട്ടും അവരെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടും ഒന്നിനും പറ്റാത്ത ആളാക്കിയിട്ട് പുറത്തേക്ക് വിടുക. നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക മിൻ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. എന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അങ്ങനെയല്ല. 99 പാപങ്ങളുടെ സിജില്ലാത്തുകളുമായിട്ട് ഒരാൾ വരും. അയാളോട് അള്ളാഹു ചോദിക്കും, ഇതെല്ലാം നീ ചെയ്തതാണോ? അതെ. എൻ്റെ എഴുത്തുകാർ നിൻ്റെ പേര് വല്ല കള്ളവും കെട്ടിച്ചമച്ചതായിട്ട് ഇതിനകത്തുണ്ടോ? ഇല്ല റബ്ബേ, ഒന്നുമില്ല. അതുകൊണ്ട് പരലോകത്ത് ദുൽമില്ല. ഹൽമെന്താ? ഹൽമെന്ന് പറയും, ഒരാൾ ചെയ്ത ഒരു നന്മയും പാഴായി പോവില്ല, അതും അവൻ പരലോകത്ത് കാണാതെക്കൂല. അള്ളാൻ്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ, അള്ളാൻ്റെ കൂലി അല്ല ആഗ്രഹിച്ചതെങ്കിലോ അതും അവന് കാണാൻ കിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും, പ്രതിഫലം ലഭിക്കും. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകും. ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ കൂലി കിട്ടും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇഖ്ലാസ് ഉറപ്പിക്കുക. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് 99 സിജില്ലാത്തുകളുമായിട്ട് വന്ന മനുഷ്യൻ്റെ കഥ. വ്യഭിചാരിണിയായിട്ടും നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടിയ ആളുടെ കഥ. അതൊക്കെ ഈ ഒരു ഇഖ്ലാസിൻ്റെ മഹത്വമായിട്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്കെന്തറിയങ്ങൾ നല്ല ആവേശം ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, എന്ത് നമ്മളിപ്പോൾ എത്ര നന്മ ചെയ്താലും ആരും കാണൂല, ആരും അറിയില്ല, ആരുമൊറ്റ പരിഗണിക്കണമില്ല, ആർക്കൊറ്റ നമ്മളെ ത്യാഗറ്റ് ആരും അറിയണമില്ല. അറിയേണ്ട സുഹൃത്തുക്കളെ, ചെറുപ്പം മുതൽക്ക് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊന്നും ആർക്കും അറിയില്ല. ഇപ്പം ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുക. ഡിലീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ തലച്ചോറിന്. മുമ്പത്തൊക്കെ മായ്ച്ച് കളയും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ഭാര്യമാരെന്നെ പറയും, നിങ്ങളല്ലെങ്കിൽ എന്താ ചെയ്തെന്ന്. കുട്ടികൾ പറയും, അല്ലെങ്കിൽ നിങ്ങളെ എടുക്കുക നമ്മളെ കൊണ്ടുപോയത്, ടൂർ സ്കൂളിൽ നിന്നിട്ട് വിടൂല്ല, നിങ്ങളെ നമ്മളെ കൊണ്ടുപോകില്ല. അറിയാം, എത്രയോ ഓട്ടം കൊണ്ടുപോയിണ്ടാവും. എന്നാലും ഒരു പറയും, എന്താ ഡിലീറ്റ് ആയി പോയതാണ് തലീന്ന്. മനസ്സിലായി? അള്ളാൻ്റെ രേഖയിൽ നിന്ന് ഡിലീറ്റ് ആവില്ല. ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഒരു നന്മ ഒരാൾ അഹ്സനു അമൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നാ ലാ നുദീഉ അജ്ർ, അല്ലാഹ് അജ്റിനെ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസ് ഉണ്ടാവുക. നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ കൂലിയ. മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ആഗ്രഹിച്ചാൽ തന്നെ അവന് അജ്റുണ്ട്. അവനത് പ്രവർത്തിച്ചാലോ അവന് ഇരട്ടി ഇരട്ടി കൂലിയുണ്ട്. ഒരാൾ തിന്മ ആഗ്രഹിച്ചാൽ കുറ്റമല്ല, ചെയ്താലാണ് ഒരു കുറ്റം. നന്മ ആഗ്രഹിച്ചാൽ തന്നെ പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ അറിയോ, മൻ സഅല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ വ ഇൻ മാത അലാ ഫിറാശി. ഒരാൾ നിഷ്കളങ്കമായി പടച്ചവനോട് ഷഹാദത്ത് ചോദിച്ചാൽ അല്ലാഹ് അവനെ ഷഹീദാക്കും. ഓൻ്റെ ബെഡ് കിടന്ന് മരിച്ചാലും ഓൻ ഷഹാദത്തിൻ്റെ ദറജയിലെത്തുന്നതാണ്. എന്ത്? ഇഖ്ലാസാണിത്. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവും, ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല, ഇൽമുണ്ടാവും. ഇൽമുള്ള ആളിങ്ങനെ ഒരാൾക്ക് അല്ലാഹ് ഇൽമും കൊടുത്തു, പൈസയും കൊടുത്തു.
ആൾ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നു, പൈസ കൊണ്ട് എമ്പാട് സ്വതക്ക് കൊടുക്കുന്നു. എന്നാൽ മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ കൊടുത്തുള്ളൂ, പൈസ കൊടുത്തില്ല. പക്ഷെ ഇയാൾ പൈസ കൊണ്ട് ഇങ്ങനെ സ്വതക്ക് കൊടുക്കണ കാണുമ്പോൾ ഈ ഇൽമ കിട്ടിയ പൈസ കിട്ടാത്ത ആളിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്, പടച്ചോനെ എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ സ്വതക്ക കൊടുക്കാമായിരുന്നു. സുഹൃത്തുക്കളെ, പരലോകത്ത് രണ്ടാളും സെയിമാണ്. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ഇയാൾ ആഗ്രഹിച്ചു പോവാണ്, എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. നിഷ്കളങ്കമായിട്ട്, വെറുതെ പറയല്ല. ഏത് ഇല്ലാത്തപ്പോൾ അങ്ങനെ പറയാം, ഉണ്ടെങ്കിൽ സ്വഭാവം മാറുക, അങ്ങനെയല്ല. നിഷ്കളങ്കമായിട്ട് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഭയങ്കര പ്രതിഫലമാണ്. ഇന്ന അഖ്വാമൻ ബിൽ മദീന ഖലഫ്നാ മാ സലഖ്നാ ശിഅബൻ വല വാദിയൻ ഇല്ലാ വഹും മഅനാ ഫീ ഹബസഹുൽ ഖുദ്ർ. ചില ആളുകളുണ്ട്, അവർ തായ്വാരങ്ങളും മലമടക്കുകളും താണ്ടിക്കടന്ന് യുദ്ധത്തിന് പോയിട്ടില്ല. അവർ മാറി നിൽക്കണം യുദ്ധത്തിൽ നിന്ന്. എന്തേ കാരണം? രോഗമാണ്. ഇല്ലാ ശറകൂകും ഫിൽ അജ്ർ, യുദ്ധത്തിന് പോയ പ്രതിഫലത്തിൽ അവരും പങ്കാളികളാണ്. നല്ല കാലത്ത് നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലേ, ആവാത്ത കാലത്ത് കഴിയാത്ത കാലത്ത് നമ്മൾ മാറി നിൽക്കുമ്പോൾ പടച്ച റബ്ബ് പൂർണ്ണ പ്രതിഫലം നമുക്ക് തരികയാണ്. ജമാഅത്തിന് വരാൻ വയ്യ പള്ളിക്ക്, അപ്പം നമ്മൾ വീട്ടിലാണ്, രോഗം കാരണത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവിടെ കിടന്നാൽ മതി. അവിടെ കിടന്ന് നിസ്കരിച്ചാലും ജമാഅത്തിൻ്റെ കൂലി, ദഅവത്തിൻ്റെ കൂലി, സദഖയുടെ കൂലി, നന്മയുടെ കൂലി. നല്ല കാലത്ത് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടെ ഇത് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നൊരു തടസ്സം മാത്രം, അത് റെലവൻ്റായ തടസ്സമാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കല്ല. എന്നും ഭാര്യക്കസുഖം 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 പറഞ്ഞ ഒരാൾ, ഭാര്യക്കസുഖമൊന്നുമില്ല, ഇനി അവസാനം ഭാര്യ ഒരു മാരക രോഗിയായി മാറിയാറുണ്ട്. നൗദുബില്ല. എന്ത് എപ്പോഴും ഇങ്ങനെ കാരണം പറയാൻ വേണ്ടിയിട്ടേ, ഭാര്യനെ പറയാം, ഉമ്മാനെ പറയാം, മക്കളെ പറയാം, ജോലി പറയാം, ഭയങ്കര ക്ഷീണം. അതുകൊണ്ടാണ്. പിന്നെ അവന് ചിലപ്പോൾ നീച്ചാൻ പറ്റിക്കോണമെന്നില്ല. ഇതെല്ലാം അള്ളാഹ്ക്ക് അറിയാലോ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു അറിയാം. ഇപ്പോൾ എത്തിക്കാഫ് വരാനിരിക്കുകയാണ്. ഫുട്ബോളിന് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്, കല്യാണത്തിന് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്, യാത്രക്ക് ഉറക്കൊഴിച്ച് അള്ള കണ്ടുകണ്. നമ്മളെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഉറക്കമൊഴിച്ചതും ക്ഷീണം സഹിച്ചതും പട്ടിണി അനുഭവിച്ചതും യാത്രകൾ ചെയ്തതും നിന്നതും ഇരുന്നതും ഒക്കെ പടച്ചോൻ കണ്ടുകണ്. ഇതേ മനുഷ്യന്മാർക്ക് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ, ദീനിന് വേണ്ടി ഒന്ന് ഉറക്കമൊഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിന് ക്ഷീണമെന്ന് കാരണം പറയുമ്പോൾ, പിറ്റേന്നത്തെ ജോലി കാരണം പറയുമ്പോൾ, അർജന്റീനയും ബ്രസീലും തമ്മിൽ ഫൈനൽ നടന്ന പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിട്ടും രാത്രി ഉറക്കമൊഴിച്ച് കളി കണ്ട് വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനവും കഴിഞ്ഞ് ഈവൻ സുബഹി കഴിഞ്ഞിട്ടും ആളുകൾ അങ്ങാടി തന്നെ തമ്പടിച്ചിരുന്നത് പടച്ചോൻ കണ്ടിട്ടില്ലേ? എല്ലാം പടച്ചോനറിയാം സഹോദരന്മാരെ. നമ്മുടെ കുവ്വത്തും നമ്മുടെ കഴിവും നമ്മുടെ ശേഷിയൊക്കെ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പടച്ച റബ്ബിനൊരു ഡൊമിനൻസി, പടച്ച റബ്ബ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നെഞ്ചത്ത് കൈകെട്ടുമ്പോൾ അക്ബർ ആയിരിക്കണം അല്ലാഹ്. മനസ്സിലായില്ലേ? ആ വാല്യൂ നമ്മൾ വകവെച്ച് കൊടുക്കണം. നിങ്ങൾ എന്താണ് പടച്ച റബ്ബിനൊരു മൂല്യം കൊടുക്കാത്തത്? എന്താ നിങ്ങൾ അള്ളാഹുവിനെ തഅദീം നടത്താത്തത്? നൂഹ് നബി ചോദിച്ചില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നിഷ്കളങ്കമായിരിക്കണം, നിഷ്കപടമായിരിക്കണം. നമ്മൾ പറയുന്ന വർത്താനം, നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കാരണങ്ങളും നമ്മുടെ എല്ലാം നിഷ്കളങ്കവും നിഷ്കപടവുമായിരിക്കണം. മഴ പെയ്ത ജോലിക്ക് എങ്ങനെ പോവാ? കോട്ടിട്ട് പോവുക, അല്ലേ? കാറെടുത്ത് പോവും. എന്നാലും നിസ്കരിക്കാനോ കോട്ടിടാനും വെച്ചാൽ കാറെടുക്കാനും വെച്ചാൽ അത് മഴ ആയതുകൊണ്ടാണ്. ഈ രണ്ട് നമ്മളെ ട്യൂണ് പടച്ചോൻ കാണില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു തുറന്ന പുസ്തകം പോലെ നിഷ്കളങ്കമായിരിക്കണം. ചെറിയ കമൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ കാണും, നിഷ്കളങ്കത കൂടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഓൽക്ക് എന്തോ ഒരു ദുരവ് ഉണ്ടായിട്ട് അപ്പം കുറിച്ചതാണ്, അങ്ങനെ മനസ്സിലാക്കിയത്. അതല്ലാതെ ഒരു ആമായിട്ടുള്ള സാധനമല്ല അത്. മനസ്സിലായില്ല? നമ്മളിങ്ങനെ സ്റ്റേണായിരിക്കണം, ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കരുത്. മൂപ്പർക്ക് അപ്പം എന്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒന്നല്ല നിന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ച് നൈർമല്യത്തോടെ എളിമയോടെ അതുകൊണ്ട് നബിക്കൊരു ചുക്കും കുറഞ്ഞിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമായി നമ്മൾ തെളിഞ്ഞവരായി ശുദ്ധരായി പടച്ചോൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലം നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ ധാരാളം കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്താ പറയുക? പിശാച് പരാജയം സമ്മതിച്ചൊരു ടീമുണ്ട്. അതാരാണറിയോ? ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നിന്റെ ഇഖ്ലാസുള്ള ദാസന്മാരെ എനിക്ക് പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശൈത്താൻ്റെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇദാ അഖ്ലസൽ അബ്ദ് ഇൻഖതഅത് അൻഹു കസ്റത്തുൽ വസാവിസ് വറിയാ. ഒരാളുടെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ, വസ്വാസിൽ നിന്നും റിയായിൽ നിന്നും ഓനെന്തെയും രക്ഷപ്പെടും. ആ കണക്ഷൻ മുറിക്കും. പിശാചിന് കിട്ടിയ എൻട്രി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും.
ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സുഹൃത്തുക്കളെ ഇഖ്ലാസ്. നമ്മുടെ ദുഃഖങ്ങൾ നീക്കിക്കളയുന്ന, നമുക്ക് റിസ്ഖ് ധാരാളമായി കിട്ടാനുള്ള സബബാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജഅല അല്ലാഹു ഗിനാഉ ഫീ ഖൽബി വജമഅ ലഹു ശംലഹു വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ആർക്കെങ്കിലും അള്ളാഹിൻ്റെ ഉദ്ദേശം, അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഒരാൾ ജീവിക്കണമെങ്കിൽ ഓൻ്റെ കൽബിൽ അള്ളാഹ് ധന്യത ഇട്ട് കൊടുക്കും. ആൾ ഫക്കീറാണ്, മിസ്കീനാണ്, പക്ഷെ ആൾ നല്ല ഐശ്വര്യത്തിലാണ്. കുറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? സമാധാനം ഇല്ലെങ്കിൽ 900 കോടിയാണ്, എത്ര 9,000 കോടിയാണ് അത്ര കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അല്ലേ എംഡിൻ്റെ ആസ്തി വെടിയുതിർത്ത് മൂപ്പര് മരിച്ച്. കുറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ലൈസൽ ഗിന അൻ കഥറത്തിൽ മാൽ വലകിന്നൽ ഗിന ഗിന നഫ്സ്. ഹൃദയത്തിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധന്യത. അത് പടച്ചറബ് ആർക്കാ കൊടുക്കുക? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ അത് ധന്യത ഇട്ട് കൊടുക്കും. വജമഅലഹു ശംലഹു. നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി എത്രയോ റിസ്ക് എടുക്കണം, മുട്ടും കാലം പൊട്ടിച്ച് ഓടുകയാണ്. പടച്ചോനും വേണ്ടി ജീവിച്ചാൽ കാര്യങ്ങളൊക്കെ അള്ളാണ്ട് ഒരു കൂട്ടി തരും. നമ്മുടെ ദുനിയാവ് കെട്ടിടാൻ പറ്റൂലേ? കാരണം ദീനിന് നമ്മളെ കൊണ്ട് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാണ്ടെന്ന് ആഖിറത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണോണ്ടേ നമ്മളെ ദുനിയാവൊക്കെ അള്ളാണ്ട് എളുപ്പാക്കി തരും. വാതത്തു ദുന്യ വഹിയ റാഗിമ. ദുനിയാവനവ തേടി ഇങ്ങോട്ട് വരുന്നതാണ്. ഇന്ന് ആരുടെയെങ്കിലും ഉദ്ദേശം ദുനിയാവാണെങ്കിലോ ഓൻ്റെ ഉള്ളിൽ ഫക്കറിട്ട് കൊടുക്കും. തീരെ പോരാ പോരാ പോരാ, ഒന്നും ആയില്ല, ഒന്നും തേഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഓൻ്റെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാക്കും. മുട്ടും കാലം പൊട്ടിച്ച് പായിക്കാൻ, അങ്ങോട്ട് പായുമ്പോഴത്തിന് ഇത് പോവും, ഇവിടേക്ക് പായുമ്പോഴത്തിന് അത് പോവും. ആകെ കൂട്ട കോംപ്ലിക്കേഷനായിക്കാരം അവൻ്റെ ലൈഫ്. ദുനിയാവിന് വേണ്ടി അവനെ എത്ര ഓടിയാലും പടച്ചോ നിശ്ചയിച്ച അല്ലറ ചില്ലറ നേട്ടം മാത്രമേ അവന് കിട്ടുള്ളൂ. എന്തേ കാരണം? ഓൻ്റെ ലക്ഷ്യം ദുനിയാവാണ്. സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൻ്റെ വില എത്രയാണ്? ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ഒരു സത്യനിഷേധിക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത്രയും വില ഇല്ലാന്നാണ്. അത്രയും വില ഇല്ലാത്തൊരു സാധനത്തിമല്ല നമ്മൾ ഈ കെട്ടിമറിയണ്. ഇവിടെ ഓരോരുത്തരുണ്ടാക്കണ പേരയും അതിൻ്റെ ചുറ്റുമതിലും അല്ലേ, ഓരോരുത്തരെ ഈ ദുനിയാവിന് വേണ്ടിയുള്ള പാച്ചിലൊക്കെ കാണുമ്പോൾ തിരക്ക് 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 തിരക്ക്. നിസ്കരിക്കാൻ ഒഴിവില്ല, ദീന് പഠിക്കാൻ ഒഴിവില്ല, ഇബാദത്ത് ചെയ്യാൻ ഒഴിവില്ല. ഇപ്പോൾ റമദാൻ വന്നിട്ട് ഖുർആൻ ഓതാൻ പോലും സമയമില്ലാതെ പായ തന്നെയാണ്. എന്തിന്? ഈ ദുനിയാവിന്. എന്താ ഈ ദുനിയാവ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവ്. അല്ലേ, കാഹളത്തിലൂതാൻ നിയോഗിക്കപ്പെട്ട മലക്ക് ചുണ്ടിൽ കാളം കടിച്ചു പിടിച്ചിരിക്കുന്നു, കാത് റബ്ബിലേക്ക് കൂർപ്പിച്ചു വച്ചിരിക്കുന്നു, നെറ്റി അള്ളാഹുലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന മാത്രയിൽ ഊതുമ്പോൾ ഇത് തകർക്കപ്പെടും. വകൈഫ അൻഅം. പിന്നെ ഞാൻ എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വാദനം കണ്ടെത്തുമെന്ന് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ കടിച്ചു പിടിച്ചിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിൻ്റെ ശേഷം ജന്തുക്കളൊക്കെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. ഇന്നാണോ ലോകാവസാനം എന്നതിന് വേണ്ടി. നമ്മൾ പായ അല്ലേ, കിട്ടിയതൊന്നും പോരായിട്ട് പായാണ് മനുഷ്യന്മാർ. സുഹൃത്തുക്കളെ, ആഖിറത്ത് ഉദ്ദേശം വെച്ചാൽ എല്ലാം റെഡിയാക്കി തരും പടച്ചോൻ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും. എല്ലാ പ്രയാസം നീക്കിത്തരും. ഗുഹാവാസികളുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഇഖ്ലാസാണ്. 3 പേരുടെയും ഇഖ്ലാസ് കൊണ്ട് വലിയൊരു പ്രതിസന്ധിന്ന് അള്ളങ്ങോട്ട് നീക്കിക്കൊടുത്ത്. നമ്മളിങ്ങനെ ബേജാറായി നടന്നിട്ട് എന്താ കാര്യം? അൽ ഗനിയുൻ ഹമീദ്. അള്ളണ്ട് മുകളിൽ എന്തിനാ നമ്മൾ പേടിക്കണത്? അൽ ഗനിയുൻ ഹമീദ്. തകർച്ച ബാധിക്കാത്ത ധന്യതയുടെ ഉടമസ്ഥൻ അള്ളാഹു ഉപരിലോകത്തുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ അള്ളാഹിലേക്കാണ് ചേർന്നാൽ മതി. മനസ്സിലായില്ലേ? അള്ളാഹുലേക്കാണ് ചേർക്കുക. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ പേടിക്കണ്ട, ഓല പോലെയല്ല നമ്മളെ കൂടെ പഠിച്ചോണ്ട്. അല്ലാഹു മൗലാന ലാ മൗലാലക്കും. ഞങ്ങൾക്ക് അള്ളയുണ്ട് രക്ഷാധികാരിയായിട്ട്, നിങ്ങൾക്ക് അള്ളയില്ല. പറയാൻ പറ്റണം സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി മനസ്സ് തട്ടി പറയാൻ പറ്റണം. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് CCUവിൻ്റെ മുമ്പിൽ, ICUവിൻ്റെ മുമ്പിൽ, കടത്തിന് മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, കുടുംബത്തിന് മുമ്പിൽ, സാമൂഹികമായ സ്പർദ്ധയും കലാപവും കുഴപ്പങ്ങളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പടച്ച റബ്ബുണ്ടെന്ന് ഉറപ്പിച്ച് പറയാനുള്ള തൻ്റെ ഇടവും കെൽപ്പും ശേഷിയും ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും നമുക്കുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഒന്നിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതല്ല ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നല്ല. ഓൻ ദുനിയാവിലെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസ് ജീവിതത്തിലുടനീളം ദുനിയാവിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലും ഒക്കെ അതുണ്ടായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമുക്ക് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും, പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടും. അള്ളാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കും. നമ്മൾ ചെയ്യണതിനൊക്കെ ധാരാളം പ്രതിഫലം കിട്ടും. ചെറിയ കർമ്മങ്ങൾക്ക് വലിയ കൂലി കിട്ടും. പിന്നെന്താ, നിങ്ങൾ പടച്ചോ നമുക്ക് മതിയായവനാവും. നല്ല ഹിക്മത്തും നല്ല ചിന്താശേഷിയും നല്ല കരുത്തുള്ള ശരീരവും
നല്ല കാഴ്ചപ്പാടുള്ള തലച്ചോറും ഒക്കെ ഞമ്മക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ സലഫുകൾ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പണിയെടുത്തത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇഖ്ലാസ് നമ്മൾ സാക്ഷാത്കരിക്കുക. അതില്ലെങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. ആരെങ്കിലും ഇൽമ് നേടുന്നത് ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, സ്വർഗത്തിൻ്റെ മണം പോലും അവന് കിട്ടൂല. മനസ്സിലായില്ലേ? ഇബാദത്ത് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആദ്യം നരകത്ത് പോകുന്നത് അവരായിരിക്കും. അവർക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമില്ല, സ്വർഗമില്ല, അജ്ർ പാഴായി പോകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻഗാമികളൊക്കെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഒന്നും വേണ്ട. നമ്മൾ പറയില്ലേ, ഇത് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അല്ലേ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അത് വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലേ, അങ്ങനെ പോലും പറയില്ല. ഏത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി പറഞ്ഞാൽ ആ പ്രാർത്ഥന ഇതിനൊരു അജ്റായി മാറുമെന്ന് പേടിച്ചിട്ട് അതുപോലും പറയില്ല. നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് ഒന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ആ ഒരു പ്രാർത്ഥന ഇതിനുള്ള പ്രത്യുത്തരമാകുമോ എന്ന് പേടിച്ചിട്ട് അതുപോലും പറയാറുണ്ടായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ. സ്വഹാബത്തിൽ സ്പെഷ്യൽ ചില ടീമിനെ വിളിച്ചിട്ട് അവരോട് റസൂലുള്ള രണ്ടാമതൊരു ബൈഅത്ത് വാങ്ങി. എന്താ ബൈഅത്ത്? അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും ഒന്നും ചോദിക്കരുത്. എന്നിട്ട് അവരിൽ ഒരാൾ ഒട്ടകപ്പുറത്ത് കയറും പോലെ തട്ടോ അല്ലെങ്കിൽ മുകളിൽ വെക്കണ വട്ടമൊക്കെ താഴെ വീഴും, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വടിയൊക്കെ താഴെ വീഴും. ഒട്ടകപ്പുറത്ത് താഴോട്ട് തന്നെ ഇറങ്ങിയിട്ട് വടി എടുത്തിട്ട് വീണ്ടും കയറും. അതൊന്നും എടുക്കുമോ ചോദിക്കൂല. നമ്മളെന്താ കഴിവുള്ള കാര്യവും മറ്റവരോട് എടുക്കും. ചാരി ഇരുന്നിട്ട് അതൊന്നും എടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നാ നമ്മളെ കൊണ്ട് കഴിയണ സാധനങ്ങളൊക്കെ, കുട്ടികളും മക്കളും വലിയവരും എല്ലാവരും അങ്ങനെ തന്നെ, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സാധനത്തിന് നമ്മളൊരാളോടും ചോദിക്കാൻ പോരുത്. ആ വിഷയത്തിൽ നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. മറ്റൊരാളെ അത്യാവശ്യത്തിന് ആശ്രയിക്കുക എന്നല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് നമ്മുടെ റബ്ബ് മതി. അലൈസല്ലാഹ് ബിഖാഫിൻ അബ്ദ, പടച്ച റബ്ബിൽ വിശ്വസിച്ചവന് കീഴ്പ്പെട്ട് ആരാധനകൾ നിർവഹിച്ച് വിശുദ്ധരായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പോരെ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. മതി എന്നാണ് നമ്മുടെ ആൻസർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ഇഖ്ലാസ് ഉള്ളവരായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ മുൻഗാമികളൊക്കെ മരിച്ചതിന് ശേഷമാണ് അറിയണത്. അലി സൈനുൽ ആബിദീൻ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ എന്നും ഭക്ഷണം കൊണ്ടെത്തിക്കും. ആർക്കും അറിയില്ല ആരാ കൊണ്ടുവരുന്നത്. മരിച്ചപ്പോൾ നിന്നു. മയ്യത്ത് കുളിപ്പിച്ച 2 ഷോൾഡറിൽ തഴമ്പുണ്ടായിരുന്നു എന്ന് മയ്യത്ത് കുളിപ്പിച്ച ആൾക്കാർ പറയാണ്. മനസ്സിലായില്ലേ? എന്തേ? ആ നാട്ടിലെ പാവങ്ങൾക്ക് ആരും അറിയാതെ പാതിരാവിൽ ഇതെത്തിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് അങ്ങനെയാണ്, താബീകൾ അങ്ങനെയാണ്, തബൂ താബീകൾ അങ്ങനെയാണ്, നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയാണ്. ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകും. വീട്ടുകാർ വിചാരെന്താണ്? അവിടെ പോയിട്ട് കഴിക്കുന്നതായിരിക്കും. ജോലി സ്ഥലത്ത് ആൾക്കാർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. വഴിയിൽ കാണുന്ന ഫക്കീറുകൾക്ക് ഈ ഭക്ഷണം കൊടുക്കും. മൂപ്പർക്ക് നോമ്പാണ്. ഈവൻ സ്വന്തം ഇട പോലും അറിയാതെ സ്വകാര്യമായിട്ട്. അതാ പണ്ഡിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഹബീഅത്ത് എന്താണ് ഒരു പ്രയോഗമുണ്ട്, ഓർമ്മ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചില സ്വകാര്യ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടി വെക്കണം. കുടുങ്ങുമ്പോൾ അല്ലേ, നമ്മൾ ഭാര്യയ്ക്കറിയാത്ത, നമ്മുടെ മക്കൾക്കറിയാത്ത, നമ്മുടെ നാട്ടുകാർക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഭർത്താവിന്, നമ്മുടെ പാരൻസിന് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മളും മാത്രം അറിയുന്ന ചില സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്കുണ്ടായിരിക്കണം. പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയൊക്കെയായിരുന്നു. അതിനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുക. ഇഖ്ലാസ് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഇഖ്ലാസ് ചോർന്നു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെന്ത് ചെയ്യുക? മാറി നിൽക്കുക. ലോകമാന്യതയും മറ്റൊക്കെ മനസ്സിങ്ങനെ വരുമ്പോൾ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. മനസ്സിലായില്ലേ? ഞാൻ സ്വത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞല്ലോ, ഷഹീദാകാൻ വേണ്ടിയാണ്. ആ ഒരു സംഗതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായി. ഇഖ്ലാസ് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് പ്രാർത്ഥിച്ച് നല്ല സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പടച്ചോൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് നീക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. കൂടുതൽ ഖൈറ, നന്മകളും പുണ്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഈ അവസാന സമയത്ത് കൂടുതൽ ഉന്മേഷത്തോടെ, ആവേശത്തോടെ, ഉണർവോടുകൂടെ പ്രവാചകൻ മുണ്ടുമുറുക്കി ഉടുത്തൊരുങ്ങിയതുപോലെ ഒരുങ്ങാനും പ്രവർത്തിക്കാനും ക്ഷീണിക്കാതെ അവശനാകാതെ ഇബാദത്തുകളിൽ മുഴുകാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.
നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അള്ളാഹു ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് ഇതിനെ നിലനിർത്തുമാറാവട്ടെ. ഇതിൻ്റെ ഭരണഘടനയെ മാറ്റമില്ലാതെ പടച്ചറബ് നിലനിർത്തുമാറാവട്ടെ. രാജ്യസ്നേഹികൾക്ക്, സമാധാന പ്രേമികൾക്ക് രാജ്യത്തിൻ്റെ അധികാരം അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ. ലോക പോലീസ് ചമഞ്ഞ് ലോകത്തുടനീളം മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ബലഹീനരായ ആളുകൾക്ക് അള്ളാഹു ശക്തി പ്രദാനം ചെയ്യട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, ഭീതിയിൽ കഴിച്ചു കൂട്ടുന്നവർക്ക് അള്ളാഹു അമ്ന് തിരിച്ചു നൽകുമാറാവട്ടെ. പടച്ചറബ് നമുക്ക് നൽകിയ എല്ലാ നിഅമത്തിനും ശുക്ർ കാണിച്ച് ജീവിക്കുന്ന നന്ദിയുള്ള, വിനയമുള്ള, ഇഖ്ലാസുള്ള, സത്യസന്ധതയുള്ള, കളങ്കം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നല്ല ദാസന്മാരാക്കി പടച്ചറബ് നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും മനസ്സിൻ്റെ വികാരത്തിനടിമപ്പെട്ടും പിശാചിൻ്റെ പ്രേരണക്കടിമപ്പെട്ടും കൂട്ടുകാരോടൊപ്പം ചേർന്നുമൊക്കെ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൽ എല്ലാം കഴുകി വൃത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശിഷ്ടകാലം മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലതാക്കി മാറ്റുമാറാവട്ടെ. മരിച്ചാലും ബാക്കി നിൽക്കുന്ന കർമ്മങ്ങളെ ഇവിടെ അടയാളപ്പെടുത്തി മരിച്ചു പോകാൻ പടച്ചറബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മുടെ പരിസരത്തൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അതിനൊക്കെ റമദാനിൽ ഒരുപാട് സഹായങ്ങൾ ചോദിച്ചു വരും. അവസാനത്തെ 10 ഓരോ ദിവസങ്ങളിലും സ്വതക്ക നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലായിടങ്ങളിലും നമ്മുടെ ഒരു കയ്യൊപ്പ് ആളുകളുടെ ലിസ്റ്റിലല്ല, പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മെ നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും നമ്മുടെ ഒരു കയ്യൊപ്പുണ്ടെന്ന് ഉറപ്പിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ ബർക്കത്ത് നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ വീഴ്ചകളൊക്കെ ഇതിനാൽ പുറത്തു തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾക്കുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൽമും ഈമാനും തഖ്വയും ഇഖ്ലാസും അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.